Welcome to day 44 of 365 days. Happy birthday to you. പിന്നെ നേരെ കനിമോളെ റൂമിൽ പോയി നോക്കിയപ്പോൾ കനിമോൾ ഉറങ്ങുകയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പല്ല് തേക്കുമ്പോൾ എൻ്റെ പിന്നിൽ എന്നെ വന്ന് കിടന്ന് മമ്മി വാ നമുക്ക് രണ്ടും കൂടി കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ കൂടെ പോയി കിടന്ന് ഞങ്ങൾ കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ തുടക്കത്തിൽ എന്തിനാ ഇത്ര ഓവറാക്കി ചിരിച്ചെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടേ സൈഷയുടെ പറയും തുടങ്ങി അവള് എന്നൊരു ഡയലോഗുണ്ട്. അത് കേൾക്കാൻ വേണ്ടിയിട്ടും അത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ചിരി വരാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ആ കൂട്ടത്തിൽ വിഷ് ചെയ്യുന്നതും കൂടി അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇനി കേട്ടോ ആ വീഡിയോ അങ്ങനെ. പിന്നെ കുറച്ചു നേരം ചുമ്മാ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാറുണ്ട്. ഈ സമയത്തൊക്കെ എൻ്റെ ഉള്ളിലൊരു ടെൻഷനായിരുന്നു. എന്തിനാന്നല്ലേ ദേ ഈ ഒരു പരിപാടിക്ക് ഞാൻ സജീഷനെ അറിയാണ്ട് ഒരു ബഹ്റൈൻ ഹാമ്പർ ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനായിട്ട് കോൺടാക്ട് ചെയ്ത് കേക്കും അതേപോലെ തന്നെ ഒരു ബൊക്കയും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നേ. എനിക്കറിയാം അത്ര വലിയൊരു റിയാക്ഷനൊന്നുമല്ല കിട്ടാൻ പോകുന്നതെന്നുള്ളത്. എന്നിരുന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ തലേദിവസം ഞങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ് പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സൈഷനോട്, സൈഷേട്ടാ ഇത്തവണ എൻ്റെ കയ്യിൽ ബഡ്ജറ്റൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കേക്കൊന്നും റെഡിയാക്കാൻ പറ്റിയിട്ടില്ല, ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പറ്റിയിട്ടില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാമെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കതിലൊന്നും അല്ല ഒരു കാര്യമെന്ന് പറഞ്ഞിരുന്നു. ഇത് എനിക്ക് ആദ്യമേ അറിയായിരുന്നു കേട്ടോ. സൈഷനെ സംബന്ധിച്ച് ഒരു കേക്കിലോ ഗിഫ്റ്റിലോ ഒന്നും ഹാപ്പി ആവുന്ന ഒരാളൊന്നല്ല കേട്ടോ. ഇത് ആകെ ഒരു ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ടൊരു കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റും കിട്ടിയപ്പോഴാണ് സൈഷൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ഗിഫ്റ്റും കേക്ക് കട്ടിങ്ങും നടക്കുന്നത്. അതപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് എപ്പോഴും അറിയാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആ ഗിഫ്റ്റും കേക്ക് വായിൽ വരുന്നില്ല കേക്ക് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു റിയാക്ഷൻ ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല. കാരണം ദിവസമല്ല എല്ലാ പ്രാവശ്യവും കിട്ടുന്നതാണല്ലോ, എല്ലാ വർഷവും ആനിവേഴ്സറിക്കും ആ ഒരു ബർത്ത്ഡേ ആകുമ്പോഴും കിട്ടുന്നതാണല്ലോ. പക്ഷേ ഇപ്പം ഞങ്ങളെ രണ്ടാളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഒരു ഞങ്ങളിങ്ങനെ നോക്കി കാണുന്നത് കനിമോളുടെ ലെറ്റർ ആട്ടോ. കനിമോളുടെ പകരം ഹാൻഡ് മെയ്ഡ് ലെറ്റർ ഒരുപാട് സ്നേഹത്തോടെ അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് തരും. പക്ഷെ അതേ കനിമോളുടെ ചെറിയൊരു പൊസസീവ്നെസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കുശുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. എന്താണെന്നല്ലേ, കേക്ക് കട്ട് ചെയ്തിട്ട് സൈഷേട്ടൻ ആദ്യം എനിക്കിരുന്ന് തന്നിട്ടുണ്ടായിരുന്നത് അത് പുള്ളിക്കാരത്തേക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എന്നേ. വേഗം വന്നിട്ട് സൈഷേട്ടൻ കേക്ക് കൊടുത്തപ്പോൾ അവളൊരൊറ്റ തിരിയലായിരുന്നു കേട്ടോ. ആ തിരിച്ചിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും കൂടിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ദിവസത്തെ പ്രത്യേകത സദ്യയൊന്നുമില്ല, പക്ഷെ സൈഷന് ഇഷ്ടപ്പെട്ട പരിപ്പുവട ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി റെഡിയായി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് ഞാനിപ്പോൾ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.